ഹലോ ഹലോ. ഹലോ ഹലോ. ആരാ അലിയക്കത്താ? അതെ, ആരാ? ഞാൻ വെറുതെ നമ്പർ കണ്ടപ്പോ വെറുതെ വിളിച്ചേക്കാം. എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. അല്ലേ? നമ്പർ എവിടെ കണ്ട്? അല്ല, ഞാൻ വെറുതെ വാട്സപ്പ് ഇങ്ങനെ നോക്കിയപ്പോ ആ ഹാ ഹാ. ലിയാക്കത്ത് കണ്ടു. നിങ്ങൾ നിരീശ്വര പറഞ്ഞാ? ശരി, നിങ്ങൾക്ക് എന്നെ അറിയില്ല അപ്പൊ? ഞാൻ കേട്ടിട്ടുണ്ട് ലിയാക്കത്ത്. ഞാൻ വെറുതെ വോയിസ് കേട്ട് നോക്കി കുറച്ച്. ആ അപ്പൊ എന്തായാലും വർത്താനം അറിയാൻ വേണ്ടി വിളിച്ചത്. ശരി, വർത്താനൊക്കെ അങ്ങനെ സുഖമായിട്ടിരിക്കണം, അടിപൊളിയായിട്ട് പോകണം. പ്രത്യേകിച്ച് ഇങ്ങനെ ആസൂത്രിതമായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഇൻഡ്യൂഷൻ അപ്പൊ അങ്ങ് ശരി. വിളിച്ചു പറഞ്ഞു. ആ, പിന്നെ എന്തൊക്കെ അറിവാണ് ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാനുള്ളത്? എങ്ങനെ? ഞാൻ മുസ്ലിമാണ്. ആ, എന്തൊക്കെ അറിവാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്? നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് വെറുതെ നമുക്ക് പഠിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ പറ്റുന്നുണ്ടോ ഈ പറയുന്നത്? അറിവ് പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യാപകനൊന്നല്ലല്ലോ. ഞാൻ നിങ്ങൾ വിളിക്കുന്ന പ്രതീക്ഷയാണ്. ഉം. ആണ് പോയത് നിങ്ങളെ. ഓക്കെ, ഞങ്ങൾ എടുക്കുന്ന പ്രതീക്ഷയാണ്. ഓക്കെ, താങ്ക്സ്. പറയൂ. ഹലോ. ഹലോ. പറയൂ. അല്ല, പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ. ഉം, അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഉം, അപ്പൊ ഉം. നിങ്ങൾ കോഴ്സ് ചെയ്യാണോ എന്താ ഇഷ്ടം പോലെ ചോദിക്കും. അപ്പം നമ്മൾ ഈ മനുഷ്യർക്ക് എങ്ങനെ ഉണ്ടായിരുന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നമ്മൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് വിശ്വസിക്കണ വെറുതെ? അല്ല, നമ്മൾ കാണുന്നുണ്ട് മനുഷ്യന്മാരെ. ആ, അപ്പൊ നമുക്ക് ചോദിക്കണമല്ലോ, അപ്പൊ നമുക്ക് എങ്ങനെയായിട്ട് അന്വേഷിക്കാനല്ലേ പറ്റുള്ളൂ, അല്ല വിശ്വസിക്കല്ലല്ലോ ചെയ്യാ. അന്വേഷിക്കേ? നമുക്കിത് അന്വേഷിച്ചിട്ട് പഠിക്കാൻ പോകുമ്പോൾ ശ്രമിക്കുക, നമുക്ക് അന്വേഷിക്കുക, അതല്ലേ ചെയ്യാൻ പറ്റുക. അല്ല നമ്മൾ വെറുതെ വിശ്വസിക്കാണോ ചെയ്യാതിരിക്കുക? അന്വേഷിക്കുക എന്ന് പറയുമ്പോ എങ്ങനെയാണ് അത് അന്വേഷിക്കുക? എങ്ങനെ ഇപ്പൊ വിശ്വസിക്കുക? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാണുന്നത്. അല്ല, മനുഷ്യരുണ്ട്, പിന്നെന്താ? ശരിയാ. മനുഷ്യർ മാത്രമല്ല, ഇവിടെ ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ജീവനുണ്ട്, നമ്മൾ ആ, കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കും? അപ്പൊ എന്താ വിശ്വസിക്കുക? ഇതെങ്ങനെ വെറുതെ കണ്ടായി വിശ്വസിക്കണം അല്ലേ? ഒന്നും വിശ്വസിക്കണ്ടെന്ന്. എന്തിനാ ഇപ്പൊ എങ്ങനെ വിശ്വസിക്കണം? നിങ്ങൾ എന്തെങ്കിലും ഒരു അപ്പൊ കാര്യം പിന്നെ കാണുമ്പത്തിന്, ഇതില്ല, ഇത് ഒരു വെറും മിനിറ്റ് ഒരു വെറും മിനിറ്റ് തോന്നലാണെന്ന് എന്തെങ്കിലും ഒരു വിശ്വസിച്ചാൽ കാര്യം കൊണ്ട് കാണുമ്പത്തിന് നമ്മൾ തൊള്ളയിൽ തോന്നിയതാണ് വിശ്വസിക്കല്ലല്ലോ ചെയ്യേണ്ടത്. തൊല്ലേ തോന്നലല്ലോ വിശ്വസിക്കണം. അതല്ല, പിന്നെ എന്താ ഇത് വിശ്വസിക്കണം നമ്മള്? കാണുമ്പോ ഇതിപ്പോ എങ്ങനെ പല സംഭവങ്ങൾ ഈ മനുഷ്യന്മാർ അത് ഇഷ്ടം നമുക്ക് നമുക്ക് ഒരുപാട് അന്വേഷിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ. സങ്കീർണമായിട്ടുള്ള ഈ പ്രപഞ്ചം എങ്ങനെ അല്ല, ഇത് ഉണ്ടായി? നമുക്ക് പഠിക്കാനല്ലേ പറ്റുള്ളൂ, അതെ, അതെ. അല്ലേ? അപ്പൊ അല്ലാതെ നമ്മള് അപ്പൊ എന്തെങ്കിലും ഓരോരുത്തർ ഒരു കാണുമ്പോ, നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറയട്ടെ. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നമ്മള് മനുഷ്യർ, ഞാനൊരു മനുഷ്യനായിട്ട് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ള കാലത്ത് എന്താ ഇപ്പൊ കുറെ മനുഷ്യന്മാരുണ്ട്, നമ്മളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായിന്ന് പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക്, അങ്ങനെ ഒരു സംശയം തോന്നുന്ന ഒരാളെ മുമ്പിൽ അത് എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള അറിവുകൾ അന്വേഷിക്കലല്ലേ പറ്റുള്ളൂ. അല്ല, മനുഷ്യന് എന്തറിവ് കണ്ടെത്തിയിട്ടുള്ളത്? അല്ല എന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ മനുഷ്യൻ പറയും, അവന്റെ നിങ്ങൾ യുക്തി പറയും, കൊണ്ട് നിങ്ങൾ എന്താ അവന്റെ പറയും? ഒരു ഇപ്പൊ ഈ മനുഷ്യന്റെ ബുദ്ധി നിങ്ങൾ പറഞ്ഞ ഒരു വിശ്വാസം പരിമിതല്ലേ? നിങ്ങൾ ഈ പറയുന്ന വിശ്വാസം ഉണ്ടല്ലോ, ഇപ്പൊ ആ, ഇസ്ലാം പറയുന്ന വിശ്വാസം ഉണ്ടല്ലോ, അത് മനുഷ്യനെ പഠിപ്പിച്ചതാണ്. അങ്ങനല്ല. ആണ്. അത് ഒരു വ്യവസായം. അതായത് ഇപ്പൊ ഞാൻ അതായത് ചോദിക്കട്ടെ, ചോദിക്കട്ടെ നിങ്ങളോട്. നോക്കി, ഞാനിപ്പോ പെട്ടെന്ന് ഞാൻ അല്ല ഇങ്ങനെ നിങ്ങൾ അങ്ങനെ വിൽക്കണം കരുതിയ അർജന്റ് കൂട്ടിയിട്ട് പ്രതീക്ഷ. കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങള് ഭയങ്കര അല്ല, നിങ്ങൾ വലിയ പറഞ്ഞ കാര്യങ്ങളാകുമ്പോ നമ്മൾ പഠിക്കാനാണ്. അർജന്റ് കൂട്ടണ്ട. പഠിക്കാനും പറഞ്ഞു വളരെ തരാൻ പറ്റിയ സമാധാനമായിട്ട് ആരാളത്? പറഞ്ഞുതരാം. ആ, മനുഷ്യർ ഇന്ന് മനുഷ്യരുടെ കയ്യിലുള്ള വിശ്വാസവും അറിവും എല്ലാം മനുഷ്യർ പഠിച്ചതോ പഠിപ്പിച്ചതോ ആണ്. ആ, ഇപ്പൊ അള്ളാഹു ഇങ്ങനെ പ്രപഞ്ചം 6 ദിവസം കൊണ്ടോ 8 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി എന്ന് ഉം. മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഠിപ്പിക്കാന്ന് കുൻ പറഞ്ഞാൽ എനിക്ക് എന്താ ഫയക്കൂൻ എന്ന് അറിയാത്ത പറഞ്ഞാൽ ഈ മുസ്ലിം ഉണ്ടാകും ആയിരുന്നില്ലേ? എന്നാണ് ഞാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പറയാം, ഈ മുസ്ലിം മനുഷ്യനെ, ആയിരുന്നു ഒരു മിനിറ്റ് ഇതായിട്ട്. പറയട്ടെ നിങ്ങൾക്ക് പറഞ്ഞുതരേ. ഉം. മനുഷ്യർക്ക് രണ്ട് രീതിയിൽ, ഇപ്പൊ ഇസ്ലാമുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട വിശ്വാസി ആയതുകൊണ്ട് നിങ്ങൾ പറയാണ്. ആ, ഇപ്പൊ ആദം നബി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആ, അള്ളാഹു സൃഷ്ടിക്കാൻ തീരുമാനിച്ചു എന്നും, ഉം, മലക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ഇവിടുന്ന് മണ്ണ് കൊണ്ടു ചെല്ലാൻ ആവശ്യപ്പെട്ടു എന്നും, ഉം, അങ്ങനെ പല ദിക്കിൽ നിന്നായിട്ട് മണ്ണുകൾ, അല്ലെങ്കിൽ മണ്ണോ മണ്ണിന്റെ സത്തയോ പൊടിയോ ഉം, ഇതൊക്കെ കൊണ്ടുപോയി എന്നും, അത് കളിമൺ രൂപത്തിലാക്കി ഒരു രൂപമുണ്ടാക്കി അതിലേക്ക് ഊതി എന്നും, ഉം. അങ്ങനെ പിന്നെ ആ മനുഷ്യൻ എഴുന്നേറ്റിരുന്ന അയാൾക്ക് എല്ലാ അറിവും പകർന്നു കൊടുത്ത് ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു എന്ന് അതിന്റെ ഇടയിൽ കുറെ കഥകളുണ്ട്. അതെ, അതെല്ലാം കേൾക്കാം. ഇതാണ് അത് കഥ. ഖുറാൻ പറഞ്ഞു. ഇത് കഥയാണ്. ഈ കഥയിൽ കഥയാണെന്ന് നമ്മൾ നിങ്ങൾക്കറിയാം. വിശ്വസിക്കുകയാണ്. ഒരു മിനിറ്റ് പറയട്ടെ. ഈ ആ, കഥയിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസം നമ്മളെ ഇത് പഠിപ്പിക്കുകയാണ് ചെറിയ കഥയാണെന്ന് പ്രായം. നിങ്ങൾ പറയാണ്. ഞാൻ പറയട്ടെ. ആ, ഇപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചല്ലേ. ആ, അതെ, അതെ, അതെ. ആ കാര്യങ്ങൾ അറിയണ്ട, ആ എന്റെ അപ്പൊ അഭിപ്രായം അപ്പൊ അറിയാൻ വേണ്ടി. നിങ്ങൾ കേട്ടോളി. ഈ കഥ നമുക്ക് എവിടുന്ന് കിട്ടി? നമ്മളെ ഖുറാനിൽ മദ്രസയിൽ നിന്ന്. കൊണ്ടുപോയി ഇരുത്തി
നമ്മൾക്ക് ഇത് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെയാണ് മനുഷ്യരുണ്ടായത്, ആദം നബിയാണ് ആദ്യത്തെ മനുഷ്യൻ എന്ന് നമ്മളുടെ ഈ പൊട്ടക്കഥ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അത് കഥക്ക് എന്താ എങ്ങനെ തെളിവ്? അതെ എന്ത് പ്രൂഫ് വെച്ച് നിങ്ങൾ തെളിയിക്കുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാന്നേ. നിങ്ങളെ ലിഫ്റ്റി ഞാൻ നിങ്ങളെ പറയാ, പരിമിതിയില്ലേ നിങ്ങളിത് കേൾക്കണില്ലല്ലോ. നിങ്ങൾ വെറുതെ ആവേശം കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോ മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ അത്ഭുതം കൂറുമ്പോ, മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്നും ജീവിവർഗങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നും എന്താണ് അതിനെക്കുറിച്ചുള്ള അറിവ് എന്നൊക്കെ നമുക്ക് അന്വേഷിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള വഴി നമുക്ക് തേടി അന്വേഷിക്കാം. അതിനാണ് തെളിവുകളുടെ ആവശ്യമുള്ളതും തെളിവുകളുടെ പിൻബലമുള്ളതും. അതല്ലാതെ പല ദൈവങ്ങളുടെ സങ്കല്പം അനുസരിച്ച് പല ദൈവങ്ങൾ പല രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട. അങ്ങനെ തെളിവില്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസം, ഒരു അന്ധവിശ്വാസം മാത്രമാണ് ഈ ആദം നബിയുടെ കഥ. ഈ ആദം നബിയുടെ കഥ സത്യമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതല്ലാത്തതൊക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നത്. ഇത് തന്നെ ഉണ്ടാവൂ എന്ന് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ഇത് തന്നെ ഉണ്ടാവൂ എന്നുള്ള ചോദ്യം അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഇങ്ങനെ മണ്ണൊക്കെ കുഴച്ചിട്ട് ഒരു മനുഷ്യനാണ് കുഴച്ചിട്ട് ഊതിയിട്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കണ്ടോ? നിങ്ങളിങ്ങനെ സ്പീക്കർ പോലെ സംസാരിച്ചോണ്ടെന്നാ എനിക്കെന്താ പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞോളി. അപ്പോ ഇത് ഈ സൃഷ്ടിച്ചെന്ന് പറയുന്ന രജ്ജോ അല്ലെങ്കിൽ ഞാനോ നമ്മളെ പോലെയുള്ള ആളാണോ? അല്ലല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന ഈ നമ്മളെന്നല്ല, ഞാൻ വിശ്വസിക്കുന്ന ഈ പടച്ചോൻ എന്താണെന്നറിയോ? അപ്പൊ ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞാൽ നോക്കില്ലാക്കത് നമ്മക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോ എല്ലാത്തിനും സൊല്യൂഷൻ ഇല്ലാതെ ഞാൻ എന്നോട് വായിച്ച് ജയിക്കാൻ വേണ്ടിട്ട് എനിക്ക് വായിച്ച് ജയിക്കണം, അങ്ങോട്ടേക്കോ ശ്രോതാക്കളെ ഒരു സെക്കൻഡ് വേണ്ട, ഈ കാര്യം ഞാൻ മനസ്സിലാക്കിട്ടെ. നോക്കി കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, എനിക്ക് പറ്റുമല്ലോ. മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഇതേ പറയാൻ പറ്റി സമ്മതിക്കണില്ല. സമ്മതിക്കാം. നിങ്ങൾ പറയുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാണ്. നിങ്ങൾ ഈ പറയുന്ന ഇതേ വിശ്വാസങ്ങളൊക്കെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഞാൻ പറയാം. ഇപ്പൊ നോക്ക്, ഈ ലോകത്തിന് അതീതായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ, അതായത് ഈ പ്രപഞ്ചമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഈ പ്രപഞ്ചം നമ്മൾ കാണപ്പെടുന്ന ഈ സ്ഥൂല പ്രപഞ്ചത്തിന് ഒരു ബന്ധവുമില്ല, അതിന് അപ്പുറത്തുള്ള ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് ഇപ്പൊ ഈ അനലൈസ് ചെയ്യുന്ന ഈ മൈൻഡ് പോലും സൃഷ്ടിച്ച് അതിന് ലിമിറ്റ് വെച്ചിട്ടുള്ള ആ ശക്തിക്ക് അവന്റെ സൃഷ്ടി, ആ ശക്തി കൊണ്ട് ആ ദൈവത്തിനെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. എന്താ കാരണം വെച്ചാൽ അത് അവന്റെ സൃഷ്ടിയാണ്. എന്നിട്ട് അവൻ പറയാ നിങ്ങൾക്ക് എന്നെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല പറഞ്ഞ കഴിഞ്ഞു. ഇപ്പൊ കണ്ണില്ലാത്ത ഒരു കാഴ്ചനെ വിശദീകരിച്ചു കൊടുക്കുന്ന എന്തിന്റെ അപ്പൊ നിങ്ങൾ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താ? വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ഒരു മിനിറ്റ്, നിങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ഒരു നിങ്ങൾക്ക് അറിയുക സാധ്യമല്ലാത്ത ഒരു ശക്തിയെ കുറിച്ച് നിങ്ങൾ അന്ധമായി വിശ്വസിക്കല്ലേ? അറിയുക സാധ്യമല്ലാത്ത ഒരു സത്യത്തെ അന്ധമായി വിശ്വസിക്കല്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്താ തെളിവ്? ഞാൻ തന്നെ പറഞ്ഞോളി. ഈ ആദം നബിയെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്നുള്ള എന്റെ തെളിവുകൾ തന്നോളി, നമുക്കത് പരിശോധിക്കാം. മനുഷ്യരൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നേ നിങ്ങൾ വിശ്വസിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയ ഒരു രൂപം അങ്ങോട്ട് പറയാം. എങ്ങനെ ആദം നബീനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച ഈ പ്രകാരം ഒരു ക്രമത്തിൽ ചില മാലാഖമാരോട് പറയാണ് മണ്ണ് കൊണ്ടുവരാം. അത് ഒരു പ്രതീകം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന മലക്കൾ മണ്ണ് കൊണ്ടുവരാ പറഞ്ഞാല് അത് അവൾ സ്ഥൂല പ്രപഞ്ചം ഇങ്ങനെ കാണൂല. നമ്മള് അവര് മണ്ണെടുക്കുമ്പോ അതൊന്നും മണ്ണ് പോകുന്ന കാണൂല. കാരണം അത് വേറെ ലോകല്ലേ ലിയാക്കത്തെ. നിങ്ങളുടെ കഥയല്ലേ, നിങ്ങൾ വിശ്വസിക്കുന്ന ആലോചിച്ചറിയ എന്താ പടച്ചോന്നില്ലേ ഇവിടെ അവര് പ്രപഞ്ചമുണ്ട്, മനുഷ്യരെക്കാളും കൂടുതൽ എണ്ണ അവരുണ്ട്. അവരിവിടെ കഴിഞ്ഞുവിടുന്നില്ലേ? പക്ഷെ അതൊരു മറട്ടൊക്കെയാണ് നമ്മളെ കണ്ണിന്. പടച്ചോൻ നമ്മുടെ കണ്ണിന് റബ്ബ് നമ്മളെ സൃഷ്ടിച്ച റബ്ബ് മറട്ടിട്ട് സമാധാനത്തിൽ ചോദിച്ചു പോവാ. ഏത് റബ്ബ്? ഞാൻ ചോദിക്കാം എന്താണ് ഏത് റബ്ബ്? ഏത് റബ്ബാണ് അന്നി ഇനിയൊക്കെ ഉണ്ടാക്കി ഞാൻ ആരാണത്? നിങ്ങൾ വിശ്വസിക്കണല്ലേ ചോദിച്ചാൽ നമുക്ക് ആരാണെന്ന് ചോദിച്ചാല് നമുക്ക് ആരാണെന്ന് കാണിച്ചു തരാനോ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റാമെന്ന് നിശ്ചയിക്കൂലേ? അല്ല, ആരാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക? മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളെ കണ്ണോണ്ട് കാണുന്ന മാത്രവും
അല്ലാതെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നാ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. നിങ്ങൾ ഇല്ല, നിങ്ങൾ ഈ എന്നാ പിന്നെ വിശ്വസിക്കാതെ വാദിക്കുന്നതിന് പഠിച്ചോനെ. നിങ്ങൾ ഈ പഠിച്ചോനെ വിശ്വസിച്ചാൽ വാദിക്കുന്നതിന് അതിന്റെ എല്ലാ നിങ്ങളുടെ ഈ പ്രശ്നത്തിനും സൊല്യൂഷൻ ആവില്ലേ? വിശ്വാസം ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ പറയും. നമ്മൾ ഒരു ക്ലാരിറ്റി വരാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ് ഒരു ഞാൻ ഈ ധാരണയില്ല. കാര്യങ്ങൾ പറയണത്. ഞങ്ങൾക്കൊരു നിങ്ങൾ ധാരണയില്ലാത്തോണ്ട് പറയുന്നത് എന്തോ ഉദ്ദേശം വെച്ചിട്ട് എന്റെ ഇങ്ങനെ സുഹൃത്തെ സംസാരിക്കണം. എന്റെ സുഹൃത്തെ ഇത് നിങ്ങൾ പഠിച്ച ഒരു പോലെ യുക്തിവാദിയായിട്ട് വാദിക്കുന്ന നിങ്ങൾ സംസാരിക്കാൻ എന്തെങ്ങനെ സുഖമാണ്. നിങ്ങൾ കാരണം സംസാരിക്കാന്ന് പറയുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഒരു നിശ്ചയിച്ചാൽ പോയിന്റ് മതിയല്ലോ. പറയുന്നില്ല. ഈ കാരണം പറഞ്ഞവർക്ക് അറിഞ്ഞോട്ട്. ഞാൻ പറഞ്ഞു തന്ന ആ കഥ നിങ്ങൾ പറയണത് നിങ്ങളുടെ ഈ വിശ്വാസം നിങ്ങളെ നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട കഥയാണോ അല്ലേ? കഥയാണോ അല്ലേ? പഠിപ്പിക്കപ്പെട്ടതാണോ? ഞാൻ വിശ്വസിക്കുന്ന ആളാണല്ലോ. നിങ്ങളെ ഈ വിശ്വാസം നിങ്ങളെ പഠിപ്പിക്കപ്പെട്ടതാണോ? പഠിപ്പിക്കപ്പെട്ടതാണ് അല്ലേ? പഠിപ്പിക്കപ്പെട്ട കഥയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോ ഈ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഈ വിശ്വാസം ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഒരു പറയട്ടെ സുഹൃത്തെ, ഇങ്ങനെ വിശ്വസിക്കണം. ഇങ്ങനെ ഞാൻ പറയട്ടെ, ഇങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അതെ. ഇങ്ങനെ പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് തെളിവിന് എന്ത് പ്രസക്തി? ഏതിനെ? നിങ്ങൾക്ക് പിന്നെ അറിവിനോ തെളിവിനോ എന്ത് പ്രസക്തി? അറിവിനോ ചെറിയ പ്രായം തൊട്ട് നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം, ഇങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. കഴിയുമ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്നറിയോ? അതൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാ വിഷയത്തിനും സൊല്യൂഷൻ ആയി. നമുക്ക് കാര്യങ്ങൾ സമാധാനത്തിൽ പറഞ്ഞുതരാം. പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. നിങ്ങൾ അസ്വസ്ഥനാവണ്ട. നമുക്ക് ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് ക്ലിയർ ആവാം. മനസ്സിലാണല്ലോ ഇല്ലാക്കത്തെ. ആ പറഞ്ഞ പോയിന്റ് നമുക്കൊന്ന് ക്ലിയർ ആക്കാലോ. നമ്മൾ പറയാലോ. നമുക്കൊരു ഒറ്റ പോയിന്റ് നിങ്ങൾ ഈ പറയപ്പെടുന്ന കഥ ഇങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന നിർബന്ധ ബാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങള്. അതായത് ഞാൻ പറഞ്ഞുതരാം, വിശ്വാസം പറഞ്ഞുതരാം. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം, ആ ദൈവം അല്ലാതെ വേറെ ദൈവമില്ല എന്ന് വിശ്വസിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഒരു മിനിറ്റ് ക്ലിയർ ആക്കി പോ. ഞാനും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നാണേ, ഞാനും നിങ്ങളെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാനാണെങ്കിൽ നിങ്ങൾ കേട്ടോളി, ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കറിയണ പോലെ മനസ്സിലാക്കി. രണ്ടാമത്തത്, പറയട്ടെ, ഈ അള്ളാഹു ആണ് സകലതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തൻ എന്ന് നിങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഒരു മിനിറ്റ്. രണ്ടാമത്തത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അതിനു മുൻപ് 1,00,000-ലധികം ആളുകളെയും ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിൽ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നും അവർ ഇവിടെ ദൈവത്തിന്റെ തൗഹീദ് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നും വിശ്വസിക്കണം. അതിൽ മുഹമ്മദ് നബി ഏറ്റവും അവസാനം വന്ന ദൈവദൂതനാണ് എന്നും അദ്ദേഹത്തിന് ഖുർആൻ എന്ന് പറയുന്ന ദൈവികമായ ഒരു ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ടെന്നും വിശ്വസിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ് അല്ലെ? രണ്ടാമത്തെ പോയിന്റ്. ഇത് പോരാ. ആദം നബിനെ സൃഷ്ടിക്കുന്ന സമയത്ത് മണ്ണ് ഉണ്ടാകാൻ ഏൽപ്പിക്കപ്പെട്ടതും അവസാന കാലത്ത് പിന്നെ സൂർ എന്ന കാഹളത്തിൽ ഊതാൻ നിയോഗിക്കപ്പെട്ടതും മഴ പെയ്യിപ്പിക്കാൻ നിരോധിക്കപ്പെട്ടതും വഹി കൊണ്ടാൻ ഏൽപ്പിച്ച ജിബ്രീൽ ഉൾപ്പെടെ മലക്കുകൾ എന്നൊരു വൃന്ദം ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. വളരെ നിർബന്ധം. ഈ പറയുന്ന അപ്പം ദൈവത്തെക്കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, കിതാബിനെ കുറിച്ച്, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാന നാൾ, അന്ത്യനാൾ, അത് കഴിഞ്ഞിട്ട് ഒരു സ്വർഗം നരകം എന്നിങ്ങനെ ഒരു മഹശറ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കൽ നിങ്ങൾ നിർബന്ധമാണ്. ഇനി നിങ്ങൾ കേട്ടോളി. ഒരു ചെറിയ കുട്ടീനെ മദ്രസ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെയൊക്കെയാണെന്നും ഇതിങ്ങനെയൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണെന്നും ഇതല്ലാത്ത ചിന്തയൊക്കെ തെറ്റാണെന്നും പഠിപ്പിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് വേറെ മുന്നിൽ മാർഗമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിനാ വെറുതെ തെളിവ്? ഈ ഭൂമിയിൽ മനുഷ്യർ എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ജീവോൽപത്തി, പ്രപഞ്ചത്തിന്റെ തുടക്കം എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ നിങ്ങൾ ചെറിയ പ്രായത്തിൽ പഠിച്ച പോലെ വിശ്വസിക്കൽ നിങ്ങൾക്ക് നിർബന്ധല്ലേ? അല്ല, ഇങ്ങനെ വിശ്വസിക്കൽ നിങ്ങൾക്ക് നിർബന്ധല്ലേ? പിന്നെ തെളിവും അറിവിലൊക്കെ എന്ത് കാര്യം? പഠിപ്പിച്ചിട്ടില്ലെങ്കിലോ എന്നെ പോലെ മനസ്സിലാവും. അതിലിപ്പുണ്ടാകുക ഒരു ഉത്തരം ഒന്നും ഇല്ലാതെ. അല്ല, അത് പഠിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഞാൻ. നിങ്ങളെ പോലെ ആൾക്കൊരു ഉത്തരമില്ല. പറയട്ടെ, നിങ്ങൾക്ക് ഉത്തരമില്ലാത്തത്. ഞാൻ വിശദീകരിക്കട്ടെ ഞാൻ ഉണ്ടായത് എങ്ങനെയാന്ന്. ഹലോ, ഞാൻ പഠിച്ചോൻ സൃഷ്ടിച്ചു എന്നെ. ഈ പഠിച്ചോന്ന് പറഞ്ഞാല് എന്നും ഒരു ആധ്യാത്മ്യം ഇല്ലാത്ത ഒരാളാണ്.
ഈ പടച്ചോൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഈ പടച്ചോൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പുകയാണ്. അതല്ലാത്തൊരു മാർഗമില്ല. അത് മാർഗം നിങ്ങൾക്കാണ് ഇല്ലാത്തതേ. ആ ഒരു മാർഗം അതിപ്പോ നമുക്ക് എന്താന്ന് വെച്ചാല്, ഇപ്പൊ അതെന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞാല് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചതിനാണ് മറുപടി. അതായത് നിങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നിർബന്ധമായും വിശ്വസിക്കൽ ബാധ്യതപ്പെട്ട ഒരു വിശ്വാസത്തിനകത്താണ് നിങ്ങളുള്ളത്. അതിനപ്പുറത്ത് യാഥാർത്ഥ്യമോ തെളിവോ വസ്തുതയോ എന്തുണ്ടായിട്ടും നിങ്ങൾക്ക് കാര്യമില്ല. പരിഗണിക്കാൻ പറ്റൂല. ഒരു ദൈവത്തെ നമ്മൾ പരിഗണിക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടില്ല? എന്താ പരിഗണിക്കാൻ പറ്റില്ല? കാരണം നിങ്ങൾ ഈ അന്ധമായ കഥ വിശ്വസിക്കുന്നത് നിർബന്ധമാണ്. എവിടെ കൂടെ വരുന്നത്? ഇനി വിശ്വസിച്ചാല് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ എന്താ വിശ്വസിക്കണതിന് ഒരു കുഴപ്പമോ? മലക്കുകൾ പറഞ്ഞിട്ട് ഭൂമി അത് വിശ്വസിക്കാൻ കാരണം ഒരു കുഴപ്പമില്ലേ? നിങ്ങൾക്ക് അത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഒരു മിനിറ്റ്, അങ്ങനെ വിശ്വസിക്കാനുള്ള കഴിവുണ്ട്. പറയട്ടെ, നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ കുറച്ച് അസ്വസ്ഥനാണ്. നിങ്ങൾ ഈ പറയുന്ന റബ്ബ് പുകയാണെന്ന് അപ്പൊ നിങ്ങൾക്ക് റബ്ബ് ആരാണ്? ആ റബ്ബിനെ വിശ്വസിച്ചാൽ ഈ മലക്കനെ വിശ്വസിക്കാനോ ഈ മരണാന്തര ജീവിതം വിശ്വസിക്കാനോ ഒന്നുമില്ല. ഒരു പ്രയാസമില്ല. അതാ പറഞ്ഞ ഒരു അന്ധവിശ്വാസത്തിൽ പെട്ടുപോയാൽ പിന്നെ ആകെ ഒരു പുകയാണ്, പിന്നെ ഒരു പ്രശ്നമല്ലേ? ഞങ്ങൾ വിശ്വസിക്കുന്ന റബ്ബ് അങ്ങനത്തെ ആണ്. അതിലിപ്പോ എന്താ ചെയ്യാൻ പറ്റും? അത് സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ കോപ്പൊന്നുമില്ല. അത് തെറ്റാണെന്ന് ഇപ്പൊ ഒരു 1000 ആളാണ് കൊന്നു നിൽക്കുക. ഞാൻ കൊന്നണെന്നല്ല പറഞ്ഞത്. അങ്ങനെ കൊന്നണ് സങ്കല്പിക്കുകയാണെങ്കിൽ അന്നെ ഇവിടെ ചികിത്സ വെറുതെ കൊന്നെന്ന് വെച്ചാൽ അന്നെ ഇവിടെ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയാ ഇതെന്ന് പറഞ്ഞാൽ അന്നെ ഒരു വട്ടം കൊല്ല, അന്നെ ഒരു വട്ടം കൊല്ല. അപ്പൊ നീതി കിട്ടുന്നത് ഇതുകൊണ്ട് ഇതൊരു കാരണം. അപ്പൊ ഇതിനൊരു നീതി കിട്ടണമെങ്കിൽ ഒരു മരണാനന്തര ജീവിതം വേണം. അവിടെ മനുഷ്യനെ ഇതിന് തക്ക രൂപത്തിൽ സൃഷ്ടിക്കാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് പറയണ ഈ സാധനം നമ്മള് പറഞ്ഞുതരാം. നിങ്ങൾ സമാധാനപ്പെടി, നമുക്ക് ഇതിനൊക്കെ പരിഹാരം ഉണ്ടല്ലോ. മലയാള വാക്ക് കിട്ടുമെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം. അതല്ല അതെ, അത് പഠിപ്പിച്ചാൽ നിർബന്ധമല്ലേ? നിങ്ങൾക്ക് ഇന്ന ചീത്ത വിളിക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഞാൻ പറയണത് ചീത്ത വിളിച്ചു അങ്ങനെ പറയാൻ പൂതിയില്ല. അങ്ങനെയല്ലെന്ന് നിങ്ങളിപ്പോ നമ്മൾ ചിന്തിക്കാത്തോണ്ടാണ്, എനിക്ക് യുക്തി ഇല്ലാത്തോണ്ടാണ്, എനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ അവിടെ പറഞ്ഞോണ്ടിരുന്നത്. യുക്തി സാഹചര്യമായിട്ട് എത്ര പറഞ്ഞിട്ടില്ലേ? മദർസിജി പഠിപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ കിട്ടുമെന്ന്? അങ്ങനെ തന്നെ ഓരോ അറിവ് കിട്ടുക. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ തോന്നുന്നു അതെന്നെ അതിന് പരിഹാരം തോന്നുകയാണ്. എന്റെ ഭാഗം കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ എന്തോ പറയാൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് പറയാം, അത്രല്ലാതെ എന്നെ സംബന്ധിച്ച് കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞത് തന്നെ ധാരാളാണ്. അങ്ങനല്ല, കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് സാമാന്യമായിട്ട് തലയിൽ വെളിച്ചം കയറാനുള്ള സാധനം പറയുന്നുണ്ട്. ഈ ഖുർആനെ കൊണ്ട് ഏറ്റവും പോകാനാക്കാരും നാശായി പോകുന്നത്. അതെന്താ ഖുർആൻ അങ്ങനെ പറയാൻ കാരണം? നാശാണെന്ന് തോന്നാണ്. അതിൽ ഇഷ്ടം പോലെ തെളിവ് കിട്ടും. ഇത് നാശാൻ വേണ്ടി എല്ലാ വകയും ആണെങ്കിൽ ഖുർആൻ തന്നെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഖുർആൻ കൊണ്ട് നാശമായി പോകുന്ന ആൾക്കാരുണ്ട്. യുക്തി പോകാൻ ഇങ്ങനെ വേണ്ട. അതിനാണ് വിശ്വാസം. മറ്റു ഇതിന് ഒരു റൂളുണ്ട്. ആ റൂൾ അനുസരിച്ച് അത് ക്രമത്തിൽ ഇങ്ങനെ പോരുമ്പോ അതിന്റെ കാര്യങ്ങൾ വിശദീകരണം ഞാൻ ചോദിക്കാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഒരാളല്ലേ? ഖുർആൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ വെറുതെ ബഹളം വെക്കല്ലേ. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് പോരാ. നിങ്ങളൊരു റൂള് പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എന്തിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് കാഴ്ചപ്പാടുകൾ ബിൽഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെറിയ പ്രായം തൊട്ട് ഒരു വിശ്വാസം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിർബന്ധമാണ്. അതിന് തെറ്റിപ്പോയാൽ നരകം കിട്ടും എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇതിന്റെ വസ്തുതകൾ മറ്റൊന്നാണ് എന്ന തെളിവ് നിങ്ങളെ മുന്നിൽ കിട്ടിയിട്ട് എന്താ കാര്യം? തെളിവില്ലേ? അല്ല, എന്താ കാര്യം? തെളിവ് കിട്ടിയിട്ട് എന്താ കാര്യം? തെളിവ് കിട്ടിയാലേ കിട്ടുകയാണെങ്കിലല്ലേ തെളിവ് കിട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങളെ വിശ്വാസത്തിന് ഞാൻ തെളിവ് ചോദിക്കില്ല. പക്ഷേ തെളിവ് കിട്ടുന്നവരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തെളിവ് കിട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് കിട്ടുന്നത് വരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കിട്ടുന്നത് വരെ അതത് കാലത്തുള്ള അറിവുകൾക്ക് എന്ത് പ്രസക്തി? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ് ലളിതമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാണ്. ഈ പറയപ്പെടുന്ന ഈ ആകാശം എന്ന് പറഞ്ഞ സാധനല്ലേ, അതുണ്ടോ? ആകാശം എന്ന് പറഞ്ഞാല് ആകാശം എന്ന പ്രത്യേകം നമ്മൾ കരുതുന്ന സങ്കല്പത്തിലുള്ള ആകാശം അല്ലത്. ഒരു തട്ടോ അതിന്റെ മുകളിൽ ഒരു വാതിലോ ഡോറോ അങ്ങനത്തെ അല്ല. ആകാശം എന്ന് പറഞ്ഞാല് ഓരോ
അത് ഒരു ഇതാണ്. അത് എന്താണ് അതിന്റെ നമുക്ക് അതങ്ങ് വിശ്വസിക്കാനേ പറ്റുള്ളൂ. ചിലപ്പോമാണെങ്കിൽ അങ്ങനെ പ്രകൃതിപരമായി വിശ്വസിക്കുകയാണെങ്കിൽ ചിലപ്പം ആണെങ്കിൽ ഓരോ അറ്റ്മോസ്ഫിയറിന്റെ ഓരോ ഘടകങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതൊന്നല്ല ആകാശം. ആകാശം അതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ പ്രപഞ്ചം എന്താണെന്ന് അറിയുന്ന റബ്ബിനെ അറിയുള്ളൂ. തെളിവ് കിട്ടിയാലും വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ ഒരു തെളിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണ് പറഞ്ഞുതരാം. നമ്മളെ ചിന്തയുടെ ഒക്കെ കേന്ദ്രം, നമ്മുടെ ബുദ്ധി, ചിന്ത, നമ്മളെ ആലോചന, ഓർമ്മ, ഇതിന്റെയൊക്കെ കേന്ദ്രം എവിടെയാണ്? തലച്ചോറാണ്. ഖുറാനിൽ എന്താ പറയണത്? ഖുറാനിൽ എന്താ പറയണത്? എന്താ പറഞ്ഞത്? നിങ്ങൾ പറയും. എന്താണ് ബുദ്ധിമുട്ട്? ഖുർആനില് ചിന്തയും ബുദ്ധിയും പിന്നെ വിവേകം ഒക്കെ എവിടെയുള്ളത്? അള്ളാഹ് എവിടുക്കാ നോക്കണേ? ഹൃദയത്തിലേക്കാണ്. മുഹമ്മദ് നബി പിന്നെ നമ്മുടെ എന്തായിരുന്നു അവരുടെ പേര്, അലീമയുടെ കൂടെ വളർത്തുമകനായിട്ട് ജീവിക്കുന്ന കാലത്ത് ജിബ്രീലും വേറൊരു സഹായിയും വന്നിട്ട് മുഹമ്മദ് നബിനെ മലർത്തി കിടത്തിയിട്ട് നെഞ്ച് വളർന്നിട്ട് കഴുകി വൃത്തിയാക്കി അകത്ത് വെച്ച സാധനം എന്തായിരുന്നു? ഹൃദയാണ് അല്ലേ? അല്ല, ഹൃദയല്ലേ? ഹൃദയാണ്. തലച്ചോറല്ലല്ലോ? അല്ല. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അള്ളാഹു വിശ്വസിക്കാത്തവരെ കുറിച്ച് പറയുന്നത് ഹൃദയത്തിന് സീല് വെച്ചു എന്നാണ്. ഇപ്പൊ നമ്മ ഖുർആൻ അനുസരിച്ച് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരുടെ അറിവ് അനുസരിച്ച് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ, നിങ്ങൾ ഇവിടുന്ന് കൊതറരുത്. അറിവനുസരിച്ചിട്ട് ചിന്തയുടെ കേന്ദ്രം ഹൃദയമാണ്. നമ്മളിവിടെ ഹൃദയപൂർവം, ഹൃദയത്തിൽ നിന്ന് ഒക്കെ വരുന്നത് എന്തുകൊണ്ട് വെച്ചാൽ പഴയ കാലത്തെ മനുഷ്യന്റെ ഒരു അറിവ് അതാണ്. ആ അറിവാണ് ഖുറാനിൽ പകർത്തി വെച്ചത്. ഇന്ന് നമുക്കറിയാം നമ്മളുടെ സെൽഫ് ചിന്ത. പറയട്ടെ ഇതിന്റെയൊക്കെ പ്രവർത്തനം തലച്ചോറിന്റെ പ്രവർത്തനമാണെന്നും നമ്മളെ തലച്ചോറും അതുമായി ബന്ധപ്പെട്ട ന്യൂറോൺസും ആണ് ഈ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന് നമുക്ക് അറിയാം. ഇന്ന് അറിയാം, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുണ്ട്. ഖുർആനിൽ എമ്പാടും. പിന്നെ ചിന്തയുടെ കേന്ദ്രം എവിടെയാണ്? തലച്ചോറ് എന്ന് പറഞ്ഞ സാധനം തന്നെയല്ല. അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല. അവർ ഹൃദയം കൊണ്ട് ചിന്തിച്ച് ഗ്രഹിക്കാൻ, ഹൃദയം കൊണ്ട് ചിന്തിച്ച് ഗ്രഹിക്കാൻ എന്ന് ഖുർആനിലുണ്ട്. ഹൃദയം കൊണ്ട് ചിന്തിക്കേ അങ്ങനെ? അത് ഖുർആനിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റൂ? മനസ്സുകൊണ്ടാ ചിന്തിക്കുക. മനസ്സുകൊണ്ടോ? മനസ്സുകൊണ്ട് ചിന്തിക്കല്ല, അപ്പൊ എന്തിനാണ് മനസ്സിലായി? നിങ്ങൾക്ക് സംഗതി മനസ്സിലായി? ഇനി വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. നിങ്ങളെ ഈ ഉരുളലോണ്ട് കാര്യമില്ല. കാരണം ഹൃദയമല്ല, പിന്നെന്താണ്? കൽബ് പറഞ്ഞ ഹൃദയം ഇവിടെ പറഞ്ഞ മാംസക്കട്ട അതാണ് കൽബ്. അതെ, മൂല്യമാർ അറിവുള്ള കൂടിനകത്ത മാംസപിണ്ഡം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് കൽബ് എന്ന് പറയാ. അതെ, കൽബ് എന്ന് പറയാ. അത് മനസ്സ്, അതാണ് അവിടെ മനസ്സിലാണെന്നാണ് സുഹൃത്തെ വിശ്വാസം. ഈ മനസ്സെന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെടുത്തി. പറയട്ടെ നിങ്ങൾ വെറുതെ കിടന്ന് എനിക്ക് പെട്ടെന്ന് ഒരുങ്ങി നിൽക്കണം മനസ്സിലായോണ്ട് എനിക്ക് ഇതിനെ പറ്റി ഇങ്ങനെ പഠിച്ചു വെച്ചോണ്ട് ഞാൻ പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഖുർആനെ പറ്റി അത്രയും വിശദമായിട്ട് പറഞ്ഞ ഒരു സംഭവം ഇല്ല. ഹൃദയത്തിനേക്കാളും വലിയ തെളിവ് നിങ്ങൾക്ക് ഇല്ല. ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നത് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ അന്ധവിശ്വാസം മനുഷ്യനെ അബദ്ധത്തിൽ കൊണ്ടെത്തിക്കുന്നത് പറഞ്ഞുതരാം. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ള സ്റ്റോക്ക് തീർന്ന്, ഹൃദയത്തിനെ പറ്റി എന്റെ അറിവ് കഴിഞ്ഞ അത്രല്ലേ ഉള്ളൂ. അപ്പൊ എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. പരിപാടി കുഞ്ഞുമാനെ ഞങ്ങൾ ഇവിടെ നോക്കിയാ ഒരു ഹെൽത്തി ആയിട്ടുള്ള സംഭാഷണം നടത്താം. കച്ചവടമൊന്നല്ല കേട്ടോ. ഇങ്ങനെ നിങ്ങൾ പറയാൻ സമ്മതിക്കില്ലല്ലോ. ജി പറയുന്ന ഇങ്ങനത്തെ പോട്ടനരല്ലേ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക പ്രഭാഷകൻ അത് കേട്ടെ സ്ഥാപിച്ച കാര്യമാണ്. ഞാൻ നിങ്ങളോട് വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ചിട്ട്
നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ തെളിവുകൾ എന്ത് വന്നു കിട്ടിയിട്ടും യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിയില്ല. അതിന്റെ തെളിവാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞത്. ഇനി നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഞാൻ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് ശരി, ഇനി ഇത് പറയട്ടെ. ഇനി എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ പെട്ടുപോയവർ ഇത്തരം തെളിവുകളെ മുമ്പിൽ എന്ത് കസർത്ത കാണിക്കണം എന്നുള്ളതിന്റെ തെളിവ് തരാം. ഒന്നിപ്പോ നിങ്ങൾ കാണിച്ചത് അത് അവിടെ കേട്ടെ, അത് എല്ലാരും കാണിക്കണാണ്. അത് പോട്ടെ. കുറച്ച് ബുദ്ധിയും വിവരമുള്ള എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് അറിയോ? ഈ അടുത്ത കാലത്ത് നിങ്ങൾ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? ഞാൻ പോയിട്ട് പറയട്ടെ. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വിളിച്ചല്ലേ, കാര്യങ്ങൾ അറിയാൻ വിളിച്ചല്ലേ. വിവരങ്ങൾ കിട്ടാൻ വേണ്ടിട്ടല്ലേ അന്നൊക്കെ കേട്ട് കുട്ടികൾ ചെക്കന്മാരിങ്ങനെ കൂടുന്നത്. നിങ്ങൾ ഇന്നടുത്ത് സംശയം ചോദിക്കാൻ വിളിച്ചല്ലേ. ഖുർആൻ ആ ഹൃദയപ്പിണ്ടാണ് നമ്മൾ ചിന്തിക്കുന്ന. ഞാൻ റെഫറൻസ് നാളെന്റെ കോൾ എടുക്കോ, ഞാൻ ആ റെഫറൻസ് അതിന്റെ ഭാഗങ്ങളൊക്കെ നോക്കട്ടെ, എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇങ്ങനെ മനസ്സിലാക്കുന്ന പരിപാടി എനിക്ക് അങ്ങനെ അടച്ച് ചെറുതാക്കി ഇതിന്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടി പറഞ്ഞുതരാം. എം എം അക്ബർ കഴിഞ്ഞ തവണ മലപ്പുറത്ത് 2021 മലപ്പുറത്തിൽ ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വന്ന സമയത്ത് പുള്ളി പറഞ്ഞ എന്താ അറിയോ? അതെ, ശാസ്ത്രം ശരിയാണ്, തലച്ചോറാണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് ഹൃദയത്തിന് ചിന്തയുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഹൃദയമാണ് ചിന്തയുടെ കേന്ദ്രം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രം ഇന്നല്ലെങ്കിൽ നാളെ അവിടേക്ക് എത്തും, ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്നാണ് ഈ പറയണതേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അക്ബർ സാഹിബ് പറഞ്ഞത് ഈ ബുദ്ധി എന്താ? തീരുമാനം എടുക്കാനുള്ള സാധനം ഈ ബുദ്ധി അല്ലേ? ബുദ്ധി ഒരു മുന്നുകൂടെ നടന്നു, അതിന്റെ മുന്നിൽ കിണറുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു തരുന്ന ആള് അതാണ്. അവിടെ ഇനി തലച്ചോറ് പ്രവർത്തിക്കണേ, മനസ്സ് അവിടെ ഇല്ല. ഈ ഹൃദയം എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല, അവിടെ മനസ്സില്ല. മനസ്സ് പറഞ്ഞാല് നമ്മളെ എന്താണ് അതിന് പറയാ, മിഡിൽ ഓഫ് ബ്ലങ്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു ആവരണമാണ് എനിക്കറിയാം തലച്ചോറിന്റെ. അങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെയാണ് പറഞ്ഞാല് സുഹൃത്തെ, ഞാൻ പറയണെന്തറിയോ, ഞാൻ നിങ്ങളോട് പറയണെന്താ വെച്ചാൽ, ദയവ് ചെയ്തിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുകളുമായിട്ട് വിശ്വാസികൾ തർക്കിക്കാൻ പോകരുത്. എന്തുകൊണ്ടാണെന്നറിയോ? വിശ്വാസിയെ സംബന്ധിച്ച് തെളിവിന് പുല്ല് വിലയാണ്. ഇതാ തെളിവ്. എന്ത് തെളിവ്? ഖുർആനിൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ചിന്തയുടെ കേന്ദ്രം ഹൃദയമാണോ തലച്ചോറാണോ? മനുഷ്യന്റെ ചിന്ത പ്രവർത്തിക്കുന്നത് ഹൃദയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ തലച്ചോറിലാണ്? മനുഷ്യന് അലിവും കാര്യമൊക്കെ ഉണ്ടാക്കണത് അത് നമ്മളെ ഹൃദയ പറഞ്ഞ മാംസക്കട്ടന്റെ ഉള്ളിൽ നിന്ന് തന്നെ അതാണ് തലച്ചോറല്ല. പമ്പ് ചെയ്യൽ മാത്രം. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേട്ടോളി കേൾക്കാൻ തയ്യാറില്ല. കേൾക്ക് നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അറിവുകള് നമ്മളുടെ വിശ്വാസത്തിന് കീറി മുറിച്ച അറിവുകൾ അകത്തോട്ട് കയറുമ്പോ ചെറിയൊരു വേദന ഉണ്ടാവും. കേട്ടോളി നിങ്ങൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ സുഹൃത്തെ, നമ്മൾ നിർമ്മലമായിട്ടുള്ള എല്ലാ വികാരങ്ങളെയും ഹൃദയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഭാഷകളിലുള്ളത്. പറയട്ടെ, ഇത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ അറിവിന്റെ പരിമിതിയായിട്ട് ഉണ്ടായതാണ്. പറയട്ടെ, നിങ്ങൾ ഇടയ്ക്ക് കയറരുത്, മനസ്സിലായോ? അതായത് മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഇതൊക്കെ ഹൃദയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ആ അറിവിന്റെ കാലത്താണ് ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയത്തെ കുറിച്ച്. അതുകൊണ്ടാണ് ജിബ്രീൽ വന്നിട്ട് മുഹമ്മദ് നബിയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയതേ. അങ്ങനെ ഈ ആത്മാവ്, ഹൃദയം, മനസ്സ് ഇതൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ ഖുർആൻ വേറെ വേറെ അതിന് ഇതുണ്ട്, വാക്കുകളുണ്ട്. ആത്മാവ് റൂഹ് അത് വേറെ, അതല്ല. അത് 4 മാസത്തിലോ 40 ദിവസം ഈ നിർമ്മലമായിട്ടുള്ള ഈ വികാരങ്ങളെ ഹൃദയവുമായി ബന്ധപ്പെടുത്തിയത് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്ത ഭാഷയുടെ പരിമിതിയാണ്. നമുക്ക് ഇന്ന് ശാസ്ത്രീയമായിട്ട് അറിയാം, നിങ്ങൾക്ക് ഒരാളെ കാണുമ്പോൾ സ്നേഹം തോന്നുന്നതും നിങ്ങൾക്ക് ഒരാളോട് അലിവ് തോന്നുന്നതും ഒരാളോട് വെറുപ്പ് തോന്നുമ്പോഴും എപ്പോഴും ഇതിന്റെ ഒക്കെ കേന്ദ്രം തലച്ചോറ് തന്നെയാണ്.
കേന്ദ്രം തലച്ചോറ്, പക്ഷെ കേന്ദ്രക്കാർ അതിന് പ്രവർത്തിക്കണം. അതാണ് അവയവം. കേന്ദ്രമാണ് അതിന്റെ അടിസ്ഥാന മനസ്സാണ് ഈ നിങ്ങളുടെ ഹൃദയം മാറ്റിയിട്ട് പറഞ്ഞുതരാം, കേട്ടോളി. നിങ്ങളെ ഹൃദയം പറയട്ടെ സുഹൃത്തെ, നിങ്ങളുടെ ഹൃദയം അവിടുന്ന് എടുത്തു മാറ്റിയിട്ട് പകരം വേറൊരാളുടെ ഹൃദയം വെച്ചിട്ടും മനുഷ്യർക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റും. അത്ര ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. കാരണം അതിന്റെ അവിടെ പറയട്ടെ സുഹൃത്തെ, ഹൃദയം എന്ന് പറയുന്നത് രക്തം പമ്പ് ചെയ്യുക എന്നൊരു ധർമ്മത്തിൽ നിൽക്കുന്ന ഒരു അവയവം മാത്രമാണ്. നിങ്ങളെ ശ്വാസകോശം പോലെ, നിങ്ങളെ കിഡ്നി പോലെ. ഞാൻ നിങ്ങൾ ഏറ്റവും അടുത്തുള്ളവർ. അതാണ് നിങ്ങൾക്ക് അറിവുകളോട് പുച്ഛമായിരിക്കും. അറിവുകളോടും തെളിവുകളോടും പുച്ഛമായിരിക്കും വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് എന്താ പറയാ, ഈ റൂഹിന്റെ പ്രവർത്തനത്തിനെ പറ്റി എന്താ പറയാ, അന്നെ പറ്റി എത്താൻ എനിക്കറിയാം. അന്നെ പറഞ്ഞാല് അന്റെ അസ്തിത്വജ പറഞ്ഞ ആത്മാവ് ഇതൊക്കെ എന്റെ ഉള്ളിലില്ലേ? എന്താ അതിനൊന്നും എനിക്കൊരു വിശദീകരണം ഇല്ലാത്തത്. അപ്പൊ അതിന് അവിടെ കൺട്രോൾ ഒരു ജനകീയശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റുമോ? അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉദ്ദേശിച്ചില്ലെന്ന് പറയുമ്പോൾ നമ്മളാ നിശ്ചയിച്ചോളുക. നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥൂല ലോകം തെളിവ് മുന്നിൽ കിട്ടും. ഒരു തെളിവ് വന്നിട്ട് കാണൂല. അല്ലാതെ കാണാൻ പറ്റാത്ത പോലെ കെടുത്തുന്ന ഒരു തെളിവ് നിങ്ങളുടെ മുന്നിൽ വീണാല് നേർച്ചക്കോഴിനെ അറുത്തിട്ട പോലെ പെട്ടക്കാനാണ് നിങ്ങൾക്ക് പറ്റും. അല്ലൊക്കെയാണ് അവസ്ഥ. എന്റെ ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, ഖുർആൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അറിവുകളുടെ പരിമിതികളുള്ള ഒരുപാട് അബദ്ധങ്ങൾ എഴുതി വെച്ചിട്ടുള്ള അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ അതിനെ വെളുപ്പിച്ചെടുക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന ഈ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടികർത്താവ് ഇഷ്ടം പോലെ അതിനുള്ള ചാൻസും അള്ള കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾ പേക്കുന്നില്ല, ഖുർആൻ കൊണ്ട് പേക്കുന്ന പറഞ്ഞാൽ അത് സംഭവം ശരിയല്ല. നിങ്ങൾ മനസ്സമാധാനത്തോടെ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ അള്ളാഹുവിനോളം പിഴച്ച വേറൊരു വസ്തു ഇല്ല. തലച്ചോറാണ് നമ്മളെ ചിന്ത, നമ്മളെ മനസ്സ് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ ഒരാളുടെ അനുകമ്പം ഉണ്ടാക്കുന്ന തലച്ചോറ് ആണോ? അതെ, ഞാൻ ഇത് പറഞ്ഞു, തലച്ചോറാണ് നമുക്ക് അനുകമ്പം ഉണ്ടാക്കുക, ഒരാളുടെ സ്നേഹം ഉണ്ടാക്കുക, ഒക്കെ തലച്ചോറാണ്. നിങ്ങളൊരു രതി സുഖങ്ങൾ അനുഭവിക്കുന്ന പോലും തലച്ചോറ് കൊണ്ടാണ്. ഒക്കെ തലച്ചോറുകൊണ്ടാണ് അല്ലേ? ഞാൻ ചോദിക്കും, ഈ സ്വപ്നം എന്താണ്? അതും തലച്ചോറാണ്. തലച്ചോറോ? അതെ, തലച്ചോറുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്. പ്രവർത്തനാണ്. തലച്ചോറുകൊണ്ടാണ് ഇത് സ്വപ്നം കാണിച്ച് പറക്കണ കാണുന്നത്. ബന്ധമില്ല. ഇത് പറഞ്ഞില്ലേ പഠിച്ചിട്ട് കാര്യമില്ല. തലച്ചോറ് ആ സമയത്ത് വിശ്രമിക്കുകയാണ്, അതാ തലച്ചോറ് ആ സമയത്ത് ഉറങ്ങുകയാണ്. ശരിക്ക് ഉറങ്ങാൻ പറഞ്ഞാൽ ഇച്ചി പറഞ്ഞാൽ തലക്കണിച്ച് ഉറങ്ങാൻ തളർന്ന് അതിന്റെ ചർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അത് റിലാക്സ് എടുക്കുന്ന സമയമാണ്. അത് അത്ര സമയം പ്രവർത്തിക്കണ്ടായിരുന്നു തലച്ചോറ്. ഞാൻ പറയണെന്താ അറിയോ, ആ സമയത്ത് റിലാക്സ് ചെയ്യുമ്പോൾ മനസ്സിന്റെ അപക സഞ്ചാരം എന്ന് വേണേൽ പറയാം. തലച്ചോറിന്റെ കൺട്രോൾ ഇല്ലാതെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ അജി പറക്കണായിട്ട് തോന്നുമ്പോ തലച്ചോറ് എനിക്ക് പറഞ്ഞുതരാനില്ല, ചങ്ങായി എനിക്ക് പറക്കൂല, എനിക്ക് ചിറകില്ലാന്ന്. ആ സമയത്ത് മനസ്സാണ് അവിടെ പുറത്ത്, മനസ്സ് വേറെ തന്നെ ഉണ്ട്. കഷ്ടപ്പെടണ്ട. ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞത്, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു മിനിറ്റ് നിങ്ങളിപ്പോ എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാല്, ഞാൻ നിങ്ങളോട് തുടക്കം മുതൽ പറയുന്നത്, നിങ്ങൾ തെളിവ് കിട്ടിയൊരു കാര്യമില്ല. കാരണം വിശ്വാസമാണ് നിങ്ങളുടെ നിയന്ത്രണമെങ്കിൽ വിശ്വാസത്തിന് മുമ്പിൽ തെളിവുകൾക്ക് പ്രസക്തിയില്ല, കോമൺ സെൻസിന് പ്രസക്തിയില്ല, ചിന്തക്ക് പ്രസക്തിയില്ല. ഒന്നുമില്ല, അത് വെറുതെ ഉണ്ടായെന്നുള്ളത് ഒരു തെളിവ് പറഞ്ഞില്ലല്ലോ. പിന്നെ കിട്ടിയിട്ട് കാര്യമില്ലാതെ ഇന്നെ കളിയാക്കിയിട്ട് കാര്യം എന്താണ് തെളിവ്? സംസാരിക്കാൻ പറ്റിയ അല്ലാഹു അല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങൾക്ക് വേണേൽ തെളിയിച്ചു തരാം. നിങ്ങൾക്ക് വിശ്വാസം ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ വിശ്വസിക്കണ്ടേ? അല്ല, എനിക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയുക? അല്ല, ഞാൻ തെളിയിച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആ കഴിയണം, ഉറപ്പായിട്ട് ഉറപ്പാക്കാൻ പറ്റുമോ? ഇപ്പൊ ബ്രഹ്മമാണ്, യഹോവയാണ്, ഈ തെളിവ് പറയാൻ പറ്റില്ല. അല്ലല്ലാന്നുള്ളതിന്റെ തെളിവ് ഖുർആനാണ്. അല്ലല്ലാന്നുള്ളതിന്റെ തെളിവ് ഖുർആനാണ്. 100% ഉണ്ട് എന്നുള്ളത്. എന്താ ഖുർആൻ തെറ്റേണ്ടത്? എന്താ ഖുർആനിൽ തെറ്റേണ്ടത്? ആനമണ്ടത്തരങ്ങളല്ലേ. ദൈവത്തിന്, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് ഈ മാതിരി വിവരക്കേട് ഉണ്ടാവോ? എന്താണ് അതിൽ തെറ്റ്? മുഹമ്മദ് നബിയുടെ മനസ്സ്, മീൻസ് അദ്ദേഹത്തിന്റെ കൽബ്
ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അതിനെന്താ താറാറ്? പൊളിച്ച് തുറന്ന് കഴുകിയത് ഹൃദയമാണ് സുഹൃത്തെ. അതിനെന്താ താറാറ്? ഇത്രയും വിവരമില്ലാത്ത ഒരാളുണ്ടാവോ ലോകത്ത്? ഹൃദയത്തിലാണ് ഈ നിർമ്മല വികാരം, മറ്റേ ഓരോ നമ്മളെ ബ്രെയിനാണ് നമ്മളെ പറഞ്ഞിരുന്നത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കള്ളുടിച്ചണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാണ്ടാത്ത ചെയ്യണം തോന്നുമ്പോ എനിക്ക് എന്റെ മനസ്സ് അങ്ങനെ ആഗ്രഹം തോന്നിപ്പിക്കുന്നത് അത് ഹൃദയമല്ല തോന്നിപ്പിക്കണത്. ഞാൻ നമ്മളെ ബുദ്ധിയല്ല തോന്നിപ്പിക്കണത്, ആഗ്രഹം തോന്നിപ്പിക്കണത്. അപ്പൊ ബുദ്ധിയുടെ ഉപദേശിക്ക ചങ്ങായി ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത് തെറ്റാണ്, വിലക്കിയതാണ്, പിന്നെ രോഗം ഉണ്ടാവും. പറഞ്ഞു തരുന്നത് ഇതേ അവസ്ഥയിലാണ് എം എം അക്ബർ പറഞ്ഞത്. ഞങ്ങൾ റെഡി ടു വെയിറ്റ് ആണ്, ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്, ശാസ്ത്രം പറയുന്ന ഒരു കാലം വരും, അതുവരെ ഞങ്ങൾ കാത്തിരിക്കാം എന്നാണ്. കുറച്ച് ഉമ്മിയെന്ന് പാടി പോലെ എന്ന മാതിരി എല്ലാത്തിലും ഉണ്ടാവും. ഇത് കുറച്ച് ആദ്യം മുസ്ലിം അതിന് പോയ ഉമ്മി പാടി പോയ മാതിരി ലേസം അത് നമുക്ക് തടുക്കാൻ കഴിയില്ല, അതാണ് പാറിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കണം വെച്ചാല് നോക്കിയാണോട് ചോദിക്കട്ടെ, കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് ആലോചിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ മർക്കടമുഷ്ടി ഇസ്ലാംകാരി 5 ഒരു കയ്യിലും ഈമാൻകാരി 6 വേറൊരു കയ്യിലും മർക്കടമുഷ്ടി പോലെ പിടിച്ചിട്ട് നിങ്ങൾ തെളിവ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. പോസിബിലിറ്റി കൊടുത്താൽ ഞങ്ങൾ പറഞ്ഞ മാതിരിയാണ് കാര്യം. മരിച്ചാജി പിന്നെ ഉണ്ടെങ്കിലോ കൈ കാട്ടുക ഇല്ല. ഒരു 10% ഉണ്ടെങ്കിൽ നോക്കിയാൽ ഈ 1% പറഞ്ഞതിന് തെളിവില്ല. 1% പറഞ്ഞതിന് തെളിവില്ലാത്തോണ്ടാണ് വിട്ടത്. 1% നിങ്ങൾ പറഞ്ഞതിന് തെളിവില്ലാന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് വിട്ടത്. ഞാനും ഒരേപോലെ മരിച്ചു കഴിഞ്ഞാല് ഇജു മണ്ണായി ഞാനും പോയി, എനിക്ക് നഷ്ടമില്ല. അവിടെ ആർക്കും കൈ നഷ്ടം എനിക്കോ? നിങ്ങൾ ഈ പറഞ്ഞ പേടിപ്പിക്കലിന് 1% പോലും തെളിവില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് വിട്ടത്. നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾ എന്നോട് ചോദിക്കങ്ങൾ മറുപടി പറയാൻ. നിങ്ങൾ പറയുന്ന ഈ വാദത്തിന്, നിങ്ങൾ ഈ പറയുന്ന ഈ വിശ്വാസത്തിന് 1% പോലും തെളിവില്ല. 1% പോലും നിങ്ങളെ ഇസ്ലാം ദീനിന് തെളിവില്ല. ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ട് എന്ന് സമ്മതിച്ചാൽ ഞാൻ പറഞ്ഞ കേട്ടോളി, നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടോളി. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ്, ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് ഇവിടെ. ആ വിശ്വസിക്കുന്ന മനുഷ്യർക്ക്, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഇസ്ലാം ദൈവികമാണ് എന്ന് ബോധ്യപ്പെടാൻ 1% പോലും തെളിവില്ല. ഇല്ല, എന്താ കാരണം? തെളിവില്ല. എന്നെ തെളിവില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇസ്ലാം ദീനിന്റെ ഒന്നാമത്തെ അടിത്തറ, നിങ്ങൾ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്, നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്ന മതം, നിങ്ങളുടെ ഇസ്ലാം അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിന്റെ ഒക്കെ അടിസ്ഥാനം മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ തോക്കിന്റെ ഉള്ളിൽ കയറി വെടിവെക്കല്ലേ? നമ്മള് ബേസിലേക്ക്, അടിസ്ഥാനത്തിലേക്ക് പോണേ. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരാൾ, മുഹമ്മദ് എന്ന് പറയുന്ന മക്കയിൽ ജീവിച്ച ഒരു മനുഷ്യൻ 40ാമത്തെ വയസ്സിൽ അവിടെ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ എന്ന മാലാക വഹിയുമായി വന്ന് പ്രവാചകത്വം ഏൽപ്പിച്ചു എന്നാണ് കഥ. അല്ലേ? അത് നിങ്ങൾക്ക് എന്താ തെളിവ്? അത് മാത്രം തെളിയിച്ചെന്നാ മതി. അത് മാത്രം തെളിയിച്ചെന്നാ മതി, നമുക്ക് പരിപാടി തീർക്കാം. റസൂൽ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ്. അപ്പൊ റസൂൽ എനിക്ക് വിശ്വാസമാണ്. റസൂൽ നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെ? റസൂലിന് ഒരു ജീവിതകാലത്ത് ഒരു കോമന്റെ കൊയലൂത്ത് ജോറാണ് അത് തെളിവല്ലേ? എന്ത് ജീവിതത്തിൽ ഒരു വട്ടം തെളിവ് കളവ് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യൻ എന്നുണ്ടെങ്കിൽ അയാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന് തെളിവ് വിശ്വസിക്കണേ. മുഹമ്മദ് നബി പറഞ്ഞു തരാം. മുഹമ്മദ് നബി ആളുകളെ ചതിച്ചതിന്, മുഹമ്മദ് നബി നുണ പറയാൻ ആളെ ഏർപ്പാടാക്കിയതിന് ഞങ്ങൾക്ക് തെളിവ് വരട്ടെ. നിങ്ങളെ ഗ്രന്ഥത്തിലുള്ളത്, ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളത്. ഇത് നിങ്ങളെ സ്ഥിരം പരിപാടി. തെളിവ് തരട്ടെ, തെളിവ് തരട്ടെ. ഹന്തക് യുദ്ധത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഹന്തക് യുദ്ധത്തിന്റെ ചരിത്രം ഒരു വട്ടമൊക്കെ ഓടിച്ചു ഓടുന്നല്ല, അത് ഇങ്ങനെ വിശദമായിട്ട് വായിക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. കഅബത്തുൽ അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞുതരാം. ഹന്തക്കിന്റെ ചരിത്രത്തിൽ രണ്ട് വ്യക്തികളോട്
പരസ്പരം സംശയം ഉണ്ടാക്കുന്ന, അതായത് ഏഷണി പരത്താൻ വേണ്ടി ഏഷണി പറയാൻ ആളെ അതിന്റെ പറഞ്ഞേൽപ്പിക്കുന്ന പശ്ചാത്തലം കൂടി പറയും. എന്ത് പശ്ചാത്തലം? നോണ പറഞ്ഞിട്ടില്ല എന്ന് വെറുതെ പറയരുത്. നോണ പറയാൻ ആളെ ഏർപ്പിച്ചത്. ഇനി വേറെ പറഞ്ഞോ? ഇനിയും തെളിവ് പറഞ്ഞോ? ഇനിയും തെളിവ് പറഞ്ഞുതരാം. കിതാബ് എടുത്ത് വായിക്കും. നിങ്ങൾ സാമാന്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ വായിക്കാവുന്ന, എളുപ്പത്തിൽ നിങ്ങൾക്ക് സുന്നി ബുക്ക് സ്റ്റാളിൽ കിട്ടുന്ന ഒരു ബുക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വായിച്ചോളൂ. നിങ്ങളിത് പഠിച്ചിട്ടില്ല, നിങ്ങളിത് വായിച്ചിട്ടില്ല, നിങ്ങളത് വെറും ഈ ആവേശം മാത്രമേ ഉള്ളൂ. നിങ്ങളത് വെറും ആവേശം മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ പ്രശ്നം. നൂറുൽ യഖീൻ എന്ന് പറഞ്ഞ പുസ്തകം കിട്ടും. നൂറുൽ യഖീൻ എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടും. ആരോപണമൊന്നുമല്ല, നൂറുൽ യഖീൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ചരിത്ര പുസ്തകം കിട്ടും. മുഹമ്മദ് നബിയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ്. തിരൂരങ്ങാടി. നൂറുൽ യഖീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് പിന്നെ മലയാളത്തിൽ ഇവിടുത്തെ സുന്നി മതപണ്ഡിതന്മാര് എഴുതി തയ്യാറാക്കി, പറയട്ടെ, മുഹമ്മദ് കുളിരി ബങ്ക് എന്ന് പറയുന്ന 14-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഇസ്ലാമിക ചരിത്രകാരൻ എഴുതിയ പുസ്തകമാണ്. ലോക പ്രശസ്തമായ പുസ്തകമാണ്. ഇസ്ലാമിക പണ്ഡിതൻ ഏത് വിഭാഗപ്പെട്ട അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. സുന്നി പാരമ്പര്യത്തിൽ എന്റെ സുഹൃത്തെ, നമ്മുടെ നാട്ടില് ഏത് വിഭാഗത്തിന്റെയാണെന്ന് അറിയാൻ ഏറ്റവും എളുപ്പം നമ്മുടെ നാട്ടിലെ സുന്നി വിഭാഗം പ്രവാചകന്റെ ചരിത്ര ഗ്രന്ഥമായിട്ട് ആളുകളെ, വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന പുസ്തകമാണ് നൂറുൽ യഖീൻ. ഞാൻ എഴുതിയതല്ല. ഓക്കെ, നൂറുൽ യഖീൻ. ഇങ്ങനെ പറയട്ടെ സംഭവം, പറയട്ടെ, ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ ഈ ക്ഷമ ഈമാന്റെ പകുതിയാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? അങ്ങനല്ല, നിങ്ങൾക്ക് വേണ്ടേ? ക്ഷമ വേണ്ടേ? നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ, ഒരു കാര്യങ്ങൾ അറിയുമ്പോ, അങ്ങോട്ടും കൂടെ സംസാരിക്കുമ്പോ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. അത് ഉണ്ടാവണം. അല്ലാതെ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അല്ല, അവിടെ യേശനി പറഞ്ഞുണ്ടാക്കിയെന്നാ പറഞ്ഞു. ഉണ്ട്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നോണ പറയാൻ ഏൽപ്പിച്ചു. ഒന്നാമത്തെ. അന്ന് ഞാൻ ആ കഥ പറഞ്ഞ ഈ രൂപത്തിലല്ല മനസ്സിലാക്കി. അതിന്റെ വിശദീകരണം ഞാൻ അതിന്റെ ക്രമത്തിലെ മനസ്സിലാക്കി. അത് യേശന് മുഹമ്മദ് റസൂലുള്ള പറയാൻ ഏൽപ്പിച്ചു എന്നല്ല. അല്ല, റസൂലുള്ള പറഞ്ഞു അതെന്ത് വേറെന്തോ രൂപത്തിൽ പ്ലേറ്റ് മാറ്റിയിട്ട് പറ്റിയ രൂപത്തിലാക്കി. ഞാൻ ആ കഥ വായിച്ചത് അതങ്ങനല്ല ഉണ്ടായത്. അതിലെന്തോ ഒരു പ്രധാനമായിട്ട് പോയിന്റ് ഇപ്പൊന്നല്ല എന്നോട് മറുപടി അതിന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം അത് പ്രിപ്പയർ അല്ല. കാരണം എന്താ വെച്ചാല് അതിന്റെ ആ കാരണം അറിയുമ്പോ അത് അങ്ങനെ തന്നെ മാറ്റിയിരുന്നു പറയുന്ന സംഭവമാണ്. കാരണം ആ ജാതി ഒരു കുതന്ത്രമായിട്ട് വേറെ നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു തരികിട കളിച്ച സംഭവം എന്തോ ഒരു പരിപാടി, എന്തോ ഒരു പണിയാണ് അവിടെ ചെയ്തത്. അത് ഇങ്ങനെ ഒരു മിനിറ്റ്. കാരണമുണ്ടെങ്കിൽ അങ്ങനത്തെ കാരണമില്ല എന്നാണോ പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങളെ വാദം? കളവ് മുഹമ്മദ് നബി പറഞ്ഞു. ഞാൻ അപ്പോഴും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് മുഹമ്മദ് നബി റസൂലുള്ള പറഞ്ഞിട്ടില്ല. റസൂലല്ല പറഞ്ഞത് കേട്ടോ. നമ്മളെന്തറിയോ, നമ്മൾ ഇൻഫർമേഷൻസ് ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് കൈത്തരുമ്പോൾ അവിടെ കിടന്ന് ബഹളം വെക്കരുത്. നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ ആ വാങ്ങിയിട്ടാണ് മാറ്റി വെച്ചോളി. പരിശോധിച്ചിട്ട് വിളിച്ചോളി, നമുക്ക് സംസാരിക്കാലോ. ഈ വിഷയം പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ട് വിളിക്കും. ഇനി കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ വേണ്ടി ആളെ അന്വേഷിച്ചപ്പോ ചതിച്ചു കൊല്ലാൻ അനുവാദം കൊടുത്ത ആളാണ് മുഹമ്മദ് നബി. ആര് പറഞ്ഞു എന്നോട്? ഹദീസ് ബുഖാരിയിലുള്ളതാ. ചതിച്ചു കൊല്ലാൻ ബുഖാരിയിൽ അങ്ങനെ ഹദീസ് ഉണ്ട്. ആരെ കൊല്ലാന്? കഅബ് ബിൻ അഷ്റഫിനെ. കഅബ് ബിൻ അഷ്റഫിനെ ചതിച്ചു കൊല്ലുക എന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ടെന്നോ? അത് എന്തായിക്കോട്ടെ അറിയോ, ഇത് പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത്
എന്ന് ഒരു പറഞ്ഞപ്പോ ഭാഗം ആ മുറിച്ച് കളയുന്ന അനുവദിച്ചു പരിപാടിയാണ് കൊടുത്ത ആളാണ് മോമന്. മുഴുവൻ കൊടുക്കൂല, മുഴുവൻ പറയില്ല, ഒരു ഭാഗം പറയാ, ഇങ്ങോട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇതൊക്കെ എന്ത് വളരെയാക്കട്ടെ, ജയിക്കാൻ വേണ്ടി എന്തൊരു കണ്ടെത്തി. കഥയാണ് നിങ്ങൾ കഥ. നീ പറഞ്ഞുതരാം. അപ്പൊ എനിക്കറിയില്ല, മുഹമ്മദ് നബി നുണ പറഞ്ഞിട്ടില്ല എന്നുള്ള കഥ നോണ പറഞ്ഞിട്ട് നിജ് പറഞ്ഞല്ല ഞാൻ ചോദിച്ച പറയുന്നില്ല. ചോദ്യം അയിമന്ന് അല്ലല്ല, രക്ഷപ്പെടാൻ നോക്കണ്ട. ഇത് അത് മുഹമ്മദ് വേണ്ട. നബിയുടെ അടുത്ത് വന്നത് അങ്ങനെ പറഞ്ഞാൽ ജിബ്രീലാണ് മുഹമ്മദ് എന്ന് ഒരു കഥ പറഞ്ഞാവോ? ഞാൻ തെളിയിക്കട്ടെ, ഞാൻ അന്വേഷിക്കട്ടെ എന്താ സംഭവം. എനിക്ക് നല്ല ഉറപ്പുണ്ട് റസൂലുള്ള പറയില്ലാന്ന്. കാരണം ഇങ്ങനെ പറഞ്ഞോണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറപ്പുള്ള പല കാര്യങ്ങളും ബുഖാരിയിലാണ് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ബുഖാരിയിലാണ് പറഞ്ഞിട്ടില്ല, മുസ്ലിമിലാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ അത് കള്ളത്തരാവോ? ഞാൻ നോക്കട്ടെ, അല്ല ആളുകൾ കണ്ടെത്തട്ട് സത്യമാണ്. മുഹമ്മദ് കളവും പറഞ്ഞിട്ടുണ്ട്, അപ്പോഴേ സത്യമുള്ളൂ. പറഞ്ഞോടാണ് കള്ളാവോ? ആ ഒന്ന് അങ്ങനെ അയാളെ ചതിച്ച് നിങ്ങൾ കൊല്ലണമെന്ന് റസൂലുള്ള അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെ ഇരിയാക്കട്ടെ. അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കെന്നല്ല എല്ലാവർക്കും ചോദിച്ചോടെ എന്താ അങ്ങനെ സംഭവം. അതിന്റെ കഥ വേറെ ഇക്കാരം, രൂപങ്ങൾ പല ഉപയോഗങ്ങൾ ചിച്ചത് പറയില്ല. അനക്ക് അന്റെ അത് കേൾക്കുന്ന ആൾക്ക് റസൂലിനോട് നിങ്ങളെന്തറിയോ ഇവിടെ സുന്നികൾ തന്നെ ചോദിക്കും ഒരു സെക്കൻഡ് പോലും കട്ട് ചെയ്യാതെ ഈ ഓഡിയോ പറയുന്ന പോലെ ഇത്ര വ്യക്തമായ റസൂലുള്ളാഹിനെ ചതിച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഇവിടെ എത്രയോ മുസ്ലിം കുട്ടികളെന്ന് ചോദിക്കും ഉസ്താദ് ഉസ്താദെ അങ്ങനെ പറയാൻ കാരണം പറയുന്ന അക്കല് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ഞാനടക്കം ചോദിക്കും അങ്ങനെ സംഭവം. അപ്പൊ ഇതല്ല അതിന്റെ പശ്ചാത്തലം. ഇതിപ്പോ അർത്ഥം മരുന്നിട്ടാൻ വേണ്ടി ജി ആൾക്കാരെ പൊട്ടിപ്പറിച്ചാണ്. ആയിക്കോട്ടെ, ഞാൻ ചോറ് കഴിച്ചോട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത്, ഒരു താല്പര്യം. അതൊക്കെ എന്തെങ്കിലും മനസ്സിലാവുമോ നോക്കാലോ എനിക്ക്. ഒരാഴ്ച ഞാനൊന്ന് പഠിച്ചോട്ടെ, എനിക്കറിയാം, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് ഫോൺ എടുക്കണ്ടേ, ഞാൻ പെട്ടെന്ന് വിളിച്ചു നോക്കി എടുക്കും. ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. ഞാൻ സമയം നമ്മുടെ നാട്ടില് അതേമാതിരിയാണ്. കോള് വരുമ്പോ എന്റെ കയ്യിൽ ഞാൻ എന്റെ ചങ്ങായും വരണ്ടേ, വെറുതെ നമുക്ക് അറിയാൻ വേണ്ടിട്ടോ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരു സുഖം. ആയിക്കോട്ടെ, പഠിച്ചിട്ട് വരണട്ടോ, വെറുതെ നമ്മൾ വെറുതെ അങ്ങോട്ട് ഞാൻ പഠിക്കാത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ വെച്ചിട്ടാ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളെങ്കിലും ഉപയോഗിക്കണം. ഞാനവിടെ യുക്തിയാണ് ഉപയോഗിച്ച് സംസാരിച്ചു, അത്ര.